ഇന്ത്യൻ ശിക്ഷാ നിയമവും കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നിരോധിക്കുന്ന നിയമവും പ്രകാരം കേസിലെ 13 പ്രതികൾ കുറ്റക്കാരാണെന്ന് എറണാകുളം പ്രത്യേക NIA കോടതി കണ്ടെത്തിയിരുന്നു. ഭീകര ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതികൾ പങ്കാളികളായെന്ന് കോടതി 347 പേജുകളുള്ള വിധിന്യായത്തിൽ വ്യക്തമാക്കി. ഇതിൽ 15-ാം പ്രതി അബ്ദുൽ ജബ്ബാർ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തുവെന്ന കുറ്റം ചെയ്തു. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രോസിക്യൂഷൻ ഇയാൾക്കുമേൽ തെളിയിച്ചിരിക്കുന്നത്. തടിയൻടവിടെ നസീർ, എറണാകുളം പള്ളിക്കര സ്വദേശി സഫ്രാസ് നവാസ് ഉൾപ്പെടെ 12 പ്രതികൾക്ക് 5 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ലഭിച്ചേക്കാം. യുവാക്കളെ കാശ്മീരിലേക്ക് റിക്രൂട്ട് ചെയ്ത് ആയുധ പരിശീലനം നൽകി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ പങ്കാളിയായി എന്നാണ് NIA കണ്ടെത്തൽ. ഇവർക്ക് പാകിസ്ഥാന്റെ പിന്തുണ ലഭിച്ചിരുന്നതായും കോടതി കണ്ടെത്തി. വിചാരണ നേരിട്ട 18 പേരിൽ 5 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. സാബിർ അയ്യൂബ്, പാകിസ്ഥാൻ സ്വദേശി വാലി അബ്ദുറഹ്മാൻ എന്നിവർ ഒളിവിലാണ്. 2008-ൽ 4 മലയാളി യുവാക്കൾ കാശ്മീരിലെ കുപ്വാരയിൽ അതിർത്തി സേനയും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതോടെയാണ് സംഭവം പുറത്തുവന്നത്. പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് രാജ്യാന്തര തീവ്രവാദ ബന്ധമുണ്ടെന്ന് തെളിവ് ലഭിച്ചതിനെ തുടർന്ന് NIA ഏറ്റെടുക്കുകയായിരുന്നു. എറണാകുളം പ്രത്യേക NIA കോടതി ജഡ്ജി S. വിജയകുമാറാണ് കേസിൽ ശിക്ഷ പ്രഖ്യാപിക്കുക. മീഡിയ 1 കൊച്ചി.